തൃശൂർ ജില്ലയിലെ ഏറ്റവും പേരെടുത്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹരി ഭാര്യയെ പ്രസവത്തിന് എത്തിച്ചത്. ഹോസ്പിറ്റലിന്റെ പേരും പ്രശസ്തിയും അറിഞ്ഞ് മറ്റ് ജില്ലകളിൽ നിന്നുമെല്ലാം ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ല തിരക്കായിരിക്കും. റൂം ലഭിക്കാനെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പ്രസവം 2-3 ദിവസത്തിനുള്ളിലുണ്ടാകും. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ മുറിയിൽ കൊണ്ടുവച്ചു. ഭാര്യയ്ക്ക് കൂട്ടിനായി അവളുടെ അമ്മയും ഉണ്ട്. അവരുടെ കൂടെ കുറച്ചുനേരം ഇരുന്നതിന് ശേഷം ഹരി പുറത്തേക്ക് പോകാനൊരുങ്ങി. ഞാൻ പുറത്തുണ്ടാകും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്താൽ മതി കേട്ടോ. ശരിയേട്ടാ. അവളുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ട് മെല്ലെ മയക്കത്തിലേക്ക് വീണു. ഹരി പാർക്കിങ്ങിൽ ചെന്ന് കാറ് തുറന്ന് ഷേഡിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ഒരെണ്ണം തിരികൊളുത്തി ചുണ്ടത്ത് വെച്ചു. പുറത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അവൻ സിഗരറ്റ് കുറ്റി കാലിനടിയിലിട്ട് ഞെരിച്ചു. ആശുപത്രിയിലെ പുതിയ പണി കഴിപ്പിച്ച ബ്ലോക്കിലേക്ക് കയറി. സ്കാനിങ്ങും വിവിധതരം ടെസ്റ്റുകളും മറ്റും നടക്കുന്ന ബ്ലോക്ക് ആയതുകൊണ്ട് മുഴുവൻ ശീതീകരിച്ചിരുന്നു. അവൻ അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ഓരോ സ്ത്രീകളെയും വീക്ഷിച്ച് അവിടെ ഇരുന്നു. ഹരിക്ക് പെണ്ണെന്നും ലഹരിയാണ്. അവൻ്റെ വിവാഹശേഷവും ആ ചാബല്യം കൂടി എന്നതല്ലാതെ മറ്റു മാറ്റമൊന്നും സംഭവിച്ചില്ല. എപ്പോഴും എവിടെയും അവൻ ആ ഒരു ചിന്തയിലാണ്. അവൻ്റെ കണ്ണുകൾക്ക് വല്ലാത്ത ഒരു വശീകരണ ശക്തിയാണ്. അവൻ്റെ നോട്ടം കൊണ്ട് പല സ്ത്രീകളും അവന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വന്തമാക്കുന്നവളുടെ ചൂട് അവൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ത്രീ ശരീരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കും. അവൻ റിസപ്ഷനിലിരിക്കുന്ന യുവതിയുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 20 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവൻ അഭിമുഖമായി വന്നിരുന്നത്. പഴക്കം ചെന്ന നിറം മങ്ങിയ ഒരു ചുരിദാറാണ് അവൾ ധരിച്ചിരിക്കുന്നത്. എങ്കിലും അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ ആ വസ്ത്രത്തിൻ്റെ പോരായ്മ മറഞ്ഞു നിൽക്കുന്നു. വലിയ കൃഷ്ണമണികളോടുകൂടി വിടർന്ന കണ്ണുകൾ, നീണ്ട മൂക്ക്, ചുവന്നു തുടുത്ത പവിഴച്ചുണ്ടുകൾ, നെറ്റിയിലേക്ക് 2 ചെവികളിലേക്കും വീണ് കിടക്കുന്ന ചുരുണ്ട മുടിയിഴകൾ, വെളുത്ത കൈകളിൽ പച്ച നിറത്തിൽ ചെറിയ രോമങ്ങൾ. ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഇമ വെട്ടാതെ ഹരി അവളെ തന്നെ നോക്കിയിരുന്നു. അവൾ താഴോട്ട് നോക്കി എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. അവളുടെ അരികിലെ കസേര ഒഴിവായപ്പോൾ പെട്ടെന്ന് തന്നെ ഹരി എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു. എവിടാ വീട്? അവൾ അവന് മുഖം ഉയർത്തി നോക്കി. അവൾ മറുപടി പറയാതിരുന്നത് കണ്ട് അവൻ വിട്ടുകൊടുത്തില്ല. കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. എവിടാ സ്ഥലം? പാലക്കാട്. എന്താ, ആർക്കാ അസുഖം? അവൾ കുറച്ചുനേരം മൗനമായിരുന്നു. അച്ഛനെയും കൊണ്ട് വന്നതാ. അവൻ വിടാൻ ഭാവമില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹരി അവളുടെ ശരീരത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ കൊണ്ട് ഒന്ന് തലോടി. അച്ഛൻ എങ്ങനെയുണ്ട്? അവൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ്റെ അസുഖമെല്ലാം മാറി. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഡിസ്ചാർജിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? ഇവിടെ പെട്ടെന്നൊന്നും വീട്ടിലേക്ക് വിടില്ല. വൈകിട്ടാവും ഡിസ്ചാർജ് കിട്ടാൻ. അവൾ മെല്ലെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഹരി അവൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഒരു സുഹൃത്തിനെ ചെക്കപ്പിന് കൊണ്ടുവന്നതാ. അത് കഴിയുമ്പോൾ വൈകിട്ടാകും. 10 മണിയല്ലേ ആയിട്ടുള്ളൂ. വൈകിട്ടാകുന്നത് വരെ ഇവിടെ ഇരിക്കണം. വിരോധമില്ലെങ്കിൽ നമുക്കൊരുമിച്ച് ഒന്ന് പുറത്ത് കറങ്ങിയാലോ? ശരി. ഹരിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായില്ല. ഇത്രയും ചെറുപ്പക്കാരിയായ പെൺകുട്ടി തൻ്റെ ഒരൊറ്റ ചോദ്യത്തിൽ സമ്മതിക്കുമെന്ന് കരുതിയില്ല. അവൻ സന്തോഷം കൊണ്ട് ഒന്ന് തുള്ളിച്ചാടാൻ തോന്നി. അവൾ കാറിലിരുന്ന് അപ്പോൾ തന്നെ ശക്തിയായി മഴ പെയ്തു. ശോ, പേര് ചോദിക്കാൻ വിട്ടുപോയി. എൻ്റെ പേര് ഹരി. കുട്ടിയുടെ? ജലജ. പെട്ടെന്ന് തന്നെ ജലജ എല്ലാത്തിനും സഹകരിക്കുന്നത് കണ്ട ഹരി അവസരം മുതലെടുത്തു. ഞാൻ അടുത്തുള്ള മുനിസിപ്പൽ പാർക്കിൽ പോയി ഇരിക്കാമെന്നാണ് കരുതിയത്. ഭയങ്കര മഴ. നമുക്ക് അടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയിരുന്ന് സംസാരിക്കാം. അവിടെ ആകുമ്പോൾ ആരുടെ ശല്യം ഉണ്ടാവില്ല. ഹരിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്തു വേഗമാണ് ഇവൾ എനിക്ക് വഴങ്ങുന്നത്. സ്വപ്നം കാണുന്നത് പോലെ തോന്നി അവന്. കാർ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയുള്ള സ്റ്റാർ ഹോട്ടലിൽ പാർക്ക് ചെയ്തു. ഹരി റൂമെടുത്ത് അവളെയും കൂട്ടി അകത്തേക്ക് കടന്നു. ഒരുപാട് സ്ത്രീകൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ജലജ ഒരത്ഭുതമായി അവന് തോന്നി. വാതിലടച്ച ഉടനെ അവൻ അവളെ വാരി പുണർന്നു. ഒരു പ്രത്യേക സുഗന്ധം അവൾക്ക്. ചേട്ടാ, എനിക്കൊന്ന് കുളിക്കണം. ഓക്കെ, ഡൺ. കുളിച്ച് സുന്ദരിയായി വരൂ. അവൾ വേഗം ബാത്റൂമിൽ കയറി. അവൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. കുളിച്ചു വന്ന അവളെ കണ്ട് അവന് നിയന്ത്രണം വിട്ടു. അവളെ മെത്തയിലേക്ക് കോരിയെടുത്ത് കിടത്തി. അവളുടെ ശരീരത്തിൽ നിന്ന് വിട്ടെഴുന്നേറ്റപ്പോൾ അവന് മനസ്സിലായി, ആദ്യമായാണ് ഒരു പുരുഷൻ അവളെ സമർപ്പിച്ചത് എന്ന്. അവൾ തന്നെ പുൽകിയത് മറ്റുള്ളവരെ പോലെ വെറും കാമത്തിനല്ല എന്നും അവൻ തിരിച്ചറിഞ്ഞു. അവനൊരു സിഗരറ്റ് കൊളുത്തി. നീ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ഞാൻ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയില്ല. എന്നിട്ടും നിന്റെ വിലപ്പെട്ടതെല്ലാം നീ എനിക്ക് നൽകി. ഇതിനു പകരം നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? എനിക്ക് നിങ്ങൾ
ഒരു ഉപകാരം ചെയ്യുമോ? ഹോസ്പിറ്റലിൽ ഒരു ബില്ലടയ്ക്കാൻ പറ്റുമോ? തീർച്ചയായും, അതിനെന്താ? ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്തു. അവളെയും കൂട്ടി ഹോസ്പിറ്റലിലെ ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്നു. പേഴ്സിൽ നിന്ന് ATM കാർഡ് കൊടുത്തു. 5000 രൂപ അക്കൗണ്ടിൽ നിന്ന് കട്ടായി. അവർ കൊടുത്ത ബില്ല് വാങ്ങി അവൾ വേഗത്തിൽ അവിടെ നിന്ന് നടന്നുപോയി. ഹരി പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ കേട്ടില്ല. അവൾ അത്ര വേഗത്തിൽ അവിടെ നിന്ന് മറഞ്ഞു. റിസപ്ഷനിലെ സിസ്റ്റർമാർ പറയുന്നത് കേട്ട് ഹരി സ്തംഭിച്ചു പോയി. പാവം കുട്ടി, അച്ഛനെയും കൊണ്ട് വന്നതാ. ഇന്നലെ രാത്രി ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു. ആ കുട്ടി ഇന്നലെ മുഴുവൻ കരയുകയായിരുന്നു. പാവം, ആരും സഹായിക്കാനുണ്ടായില്ല. മോൻ ചെയ്തത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മോന് ദൈവം അനുഗ്രഹിക്കും. അവൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു പോയി. മനസ്സിന് വല്ലാത്ത ഭാരം. പെട്ടെന്ന് ഭാര്യയുടെ കാര്യം ഓർമ്മ വന്നു. ഫോൺ എടുത്ത് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ തന്നെ കോൾ വന്നു. അമ്മയാണ്. നീ എവിടെയാണ്? എപ്പോൾ തുടങ്ങി നിന്നെ വിളിക്കുക? മോളെ ലേബർ റൂമിലേക്ക് കയറ്റി. വേഗം വാ മോനെ. ഞാനിവിടെ ഉണ്ടമ്മേ, ഇപ്പോൾ വരാം. ഹരി അവിടെ എത്തിയ ഉടനെ തന്നെ പ്രസവം കഴിഞ്ഞിരുന്നു. നേഴ്സ് കുഞ്ഞിനെയും കൊണ്ട് വാതിൽ തുറന്നു. കുഞ്ഞിനെ അവർ അവൻ്റെ കൈകളിൽ കൊടുത്തു. പെൺകുട്ടിയാണ്. ഹരി തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണിൽ കണ്ണുനീർ തെളിയുന്നുണ്ടായിരുന്നു. ജലജയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഒരു വിങ്ങലോടെ ഓടിയെത്തി. ഹരി ഒരു പെൺകുട്ടിയുടെ അച്ഛനായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.